വടകര വായനക്കൂട്ടം സംഘടിപ്പിക്കുന്ന സാഹിത്യ സംവാദം ഫെബ്രുവരി 2 വൈകുന്നേരം 3:30 വടകര മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MT കഥയും കലയും ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര, നിർമ്മാല്യത്തിന്റെ സംഗീത പാഠങ്ങൾ VT മുരളി, MTയുടെ കഥാകഥനം KV സജയ്, MT എന്ന ആക്ടിവിസ്റ്റ് B സുരേഷ് ബാബു, വെള്ളിത്തിരയുടെ MT R ഷിജു, പുനഃസൃഷ്ടിക്കപ്പെട്ട ഇതിഹാസ കഥാപാത്രങ്ങൾ ഡോക്ടർ ശശികുമാർ പുറമേരി എന്നിവർ പ്രഭാഷണം നടത്തും. P ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. മലയാളത്തിനെ അനാഥമാക്കിക്കൊണ്ട് MT എന്ന ഒരു രണ്ടക്ഷരം, അതൊരു അക്ഷരം മാത്രമായിരുന്നില്ല, മലയാളം അറിയാവുന്ന ഒരു ജനതയുടെ വായനയുടെ കൂടെ നടന്ന പേര് കൂടിയായിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ മലയാള ഭാഷയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ മഹാപ്രതിഭയായിരുന്നു MT. കഥയും നോവലും നാടകവും സിനിമാ തിരക്കഥകളും യാത്രാ വിവരണങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു എഴുത്ത് ചരിത്രത്തിനുടമയായിരുന്നു അദ്ദേഹം. എല്ലാറ്റിനുമുപരി ഒരു ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. നിളയുടെ തീരങ്ങൾ ഇല്ലാതായപ്പോൾ, ചാലിയാറിൽ വിഷമൊഴുകിയപ്പോൾ, ആണവ നിലയങ്ങൾ സ്ഥാപിച്ചപ്പോൾ, ആദിവാസികൾക്ക് മർദ്ദനമേറ്റപ്പോൾ MT തന്റെ ശക്തമായ എതിർ സാന്നിധ്യം അറിയിച്ച കാര്യം നമുക്കെല്ലാം അറിയാം. വൈകുന്നേരം 3:30 വടകര നഗരസഭാ പാർക്കിൽ നടക്കുന്ന സാഹിത്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകരയും, നിർമ്മാല്യത്തിന്റെ സംഗീത പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീ VT മുരളിയും, MTയുടെ കഥാകഥനം എന്ന വിഷയത്തെ ആസ്പദമാക്കി KV സജയും, MB എന്ന ആക്ടിവിസ്റ്റിനെ പറ്റി B സുരേഷ് ബാബുവും, വെള്ളിത്തിരയിലെ MTയെ പറ്റി R ഷിജുവും, പുനഃസൃഷ്ടിക്കപ്പെട്ട ഇതിഹാസ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ചും രണ്ടാം ഊഴത്തിലെയും അതുപോലെ തന്നെ വൈശാലിയിലെയും കഥാപാത്രങ്ങളെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് ഡോക്ടർ ശശികുമാർ പുറമേരിയും സംസാരിക്കുന്നുണ്ട്. പരിസ്ഥിതി മേഖലയിൽ നിരവധി മേഖലയിൽ ഇടപെട്ട ആളാണ് MT വാസുദേവൻ നായർ. അതുകൂടെ മാത്രമല്ല, അദ്ദേഹം ഒരു ആദ്യം കവിത എഴുതിയിട്ടുണ്ടെങ്കിലും സിനിമയ്ക്ക് അദ്ദേഹം രചന നിർവഹിച്ചിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾ എന്നുള്ള സിനിമയ്ക്ക് തീർച്ചയായിട്ടും MTയെ പോലുള്ള ആളുകളുടെ അനുസ്മരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, പുതിയ തലമുറയിലുള്ള കുട്ടികളെയും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെയും MTയെ പരിചയപ്പെടുത്തലാണ്. വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ ഇടപെട്ട MTയെ പരിചയപ്പെടുത്തലാണ്. പലർക്കും അറിയില്ല MT ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, MT ഒരു ആക്ടിവിസ്റ്റാണ്, MT ഒരു കവിയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. സിനിമക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. വടകര പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ എടയത്ത് ശ്രീധരൻ, ചെയർമാൻ മണലിൽ മോഹനൻ, PP റഷീദ് എന്നിവർ പങ്കെടുത്തു. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.